നമസ്കാരം. ധനുഷ് പി സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പോലീസ് കോൺസ്റ്റബിൾ കേരള പോലീസിൻ്റെ KPSC നടത്തിയ എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ നോക്കുന്നത്. എക്സാം നടന്നത് 15/7/2023 ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡെന്ന് പറയുന്നത് 123/2023. ഇനി മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലായിട്ട് CPO, WCPO എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരല്ല? ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരല്ല? ആൻസർ വില്യം 3 ആൻഡ് മേരി 2. വില്യം 3 ആൻഡ് മേരി 2 ആണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ. അടുത്തത്, യൂറോപ്പിൽ ഉണ്ടായ ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിൻ്റെ തുടർച്ചയായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ഏതാണ്? യൂറോപ്പിലുണ്ടായ ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിൻ്റെ തുടർച്ചയായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഒന്നാം കർണാട്ടിക് യുദ്ധം. ഒന്നാം കർണാട്ടിക് യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്നത്. ഇതിൻ്റെ തുടർച്ചയാണ് ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധം. ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധം. നെക്സ്റ്റ് വൺ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ അവ നടന്ന വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 3, 1, 2, 4. 3 എന്ന് പറയുമ്പോൾ ആദ്യം സന്യാസി കലാപം, വേലുത്തമ്പിയുടെ കലാപം, സന്താൾ കലാപം, പിന്നീടാണ് ശിപായി ലഹള. ഓക്കെ, നെക്സ്റ്റ് വൺ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഓപ്ഷൻസ്: സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ചു, പുല്ലൂർ തൂക്കുപാലം നിർമ്മിച്ചു, കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ആരംഭിച്ചു, തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചു. ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ആരംഭിച്ചു. നെക്സ്റ്റ്, 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവ്. അടുത്തത്, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ആൻസർ അന്റോണിയോ ഗുട്ടറസ്. നെക്സ്റ്റ്, നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏതാണ്? നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, അകക്കാമ്പാണ് നിഫെ എന്ന് പറയുന്നത്. നിഫെ എന്ന് പറയുന്നത് അകക്കാമ്പ്. വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി ഏതാണ്? വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. കബനി പോഷക നദിയായുള്ള ഉപദ്വീപീയ നദി ഏതാണ്? കബനി പോഷക നദിയായുള്ള ഉപദ്വീപീയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കാവേരി. നെക്സ്റ്റ് വൺ. ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖം. ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖം ഏതാണ്? ആൻസർ കാട്ടില. ഗംഗാ നദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ്. ഗംഗാ നദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ആൻസർ സുന്ദർബൻസ്. നെക്സ്റ്റ് വൺ. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനം. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനം. പെട്രോളിയം, സ്വർണം, വാഹനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ. ഇവയിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത്? ആൻസർ പെട്രോളിയമാണ്. പെട്രോളിയം. നെക്സ്റ്റ്, നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ. നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. അരവിന്ദ് പനഗിരിയ. പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത്. പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടതെന്നാണ്? മാർച്ച് 15, 1950 പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത്. മാർച്ച് 15, 1950 പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത്. ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന. ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന ഏതാണ്? ആൻസർ
ലോക വ്യാപാര സംഘടന WTO. ലോക വ്യാപാര സംഘടന WTO. നെക്സ്റ്റ്, കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ഏത് മേഖലയുമായി ചേർന്നിരിക്കുന്നു? കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ഏത് മേഖലയുമായിട്ടാണ് ചേർന്നിരിക്കുന്നത്? ആൻസർ ചെറുകിട വ്യവസായം. ചെറുകിട വ്യവസായം. ഓക്കെ, ഇടയ്ക്ക് 16 വിട്ടുപോയി. 16 അമൃതകാലം എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൃതകാലം എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ബജറ്റ് 23-24. അമൃതകാലമാണ് ബജറ്റ് 2023-24 അമൃതകാലം എന്ന പദം സൂചിപ്പിക്കുന്നത്. ഇനി കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ഏത് മേഖലയും ബന്ധപ്പെട്ടാണ്? കാർവേ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അത് ചെറുകിട വ്യവസായം ബന്ധപ്പെട്ടാണ്. ചെറുകിട വ്യവസായം. ഓക്കെ, അപ്പോൾ ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന ഏതാണ്? ലോക വ്യാപാര സംഘടന. അമൃതകാലം എന്താണ്? ബജറ്റ് 2023-24. കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായം. ഓക്കെ, നീല വിപ്ലവം ഏത് മേഖലയിൽ പെടുന്നതാണ്? മത്സ്യബന്ധനം. ഇനി ചേരുംപടി ചെറുക്കുക ഇന്ത്യയുടെ ഭരണഘടനയിലെ അവകാശങ്ങളാണ്. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. ഇതിൽ ഏതൊക്കെയാണ് ചേരുംപടി ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഒന്ന് ബിയിലൂടെ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ വകുപ്പ് 18. സ്ഥാനപ്പേര് നിർത്തലാക്കൽ വകുപ്പ് 18. ഇനി അവസര സമത്വം വകുപ്പ് 16 ആണ്. അവസര സമത്വം വകുപ്പ് 16. പിന്നെ തൊട്ടുകൂടായ്മ നിരോധനം വകുപ്പ് 17 ആണ്. തൊട്ടുകൂടായ്മ നിരോധനം വകുപ്പ് 17നോട്. നിയമത്തിന് മുൻപിൽ സമത്വം എന്ന് പറയുമ്പോഴത് വകുപ്പ് 14 ആണ്. ഓക്കെ, വകുപ്പ് 14 ആണ്. അപ്പോൾ അവസര സമത്വം എങ്ങനെയാണ്? വകുപ്പ് 16. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. നെക്സ്റ്റ് വൺ, പൗരന്മാർക്ക് ഭാരതത്തിൻ്റെ ഭൂപ്രദേശം ഒട്ടാകെ ഏകരൂപമായ ഒരു സിവിൽ നിയമസംഹിത പ്രാപ്തമാക്കുവാൻ രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഈ പ്രസ്താവന ഉൾക്കൊണ്ടിരിക്കുന്നത്? പൗരന്മാർക്ക് ഭാരതത്തിൻ്റെ ഭൂപ്രദേശം ഒട്ടാകെ ഏകരൂപമായ ഒരു സിവിൽ നിയമസംഹിത സംപ്രാപ്തമാക്കുവാൻ രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഈ പ്രസ്താവന ഉൾക്കൊണ്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. നിർദ്ദേശ തത്വങ്ങളിലാണ് ഇത് പറയുന്നത്. പൗരന്മാർക്ക് ഭാരതത്തിൻ്റെ ഭൂപ്രദേശം ഒട്ടാകെ ഏകരൂപമായ ഒരു സിവിൽ നിയമസംഹിത സംപ്രാപ്തമാക്കുവാൻ രാഷ്ട്രം യത്നിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് നിർദ്ദേശ തത്വങ്ങളിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ശരിയായത് ഏതൊക്കെ? മൗലിക കടമകളാണ്. ഓപ്ഷൻസ്: 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്നു. ഇന്ത്യയുടേത് റഷ്യൻ മാതൃകയിലുള്ളതാണ്. 11 മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിലുണ്ട്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന എന്താണ്? ഓപ്ഷൻസ്: രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിച്ചാലും അദ്ദേഹത്തിൻ്റെ പിൻഗാമി ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നതുവരെ ഉദ്യോഗത്തിൽ തുടരാം. രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി മുൻപാകെ ചെയ്യാം. 2 പ്രാവശ്യത്തിൽ കൂടുതൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുവാൻ പാടില്ല. രാഷ്ട്രപതിക്കെതിരെയുള്ള ആക്ഷേപ വിചാരണ ആരംഭിക്കേണ്ടത് ലോക്സഭയിലാണ്. തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 2, 3, 4 തെറ്റാണ്. ഇത് മാത്രം ശരി. 2, 3, 4 തെറ്റാണ്. രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിച്ചാലും അദ്ദേഹത്തിൻ്റെ പിൻഗാമി ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ഉദ്യോഗത്തിൽ തുടരാമെന്നുള്ളതാണ്. അതൊഴികെ ബാക്കി 3 തെറ്റായ പ്രസ്താവനകളാണ്. നെക്സ്റ്റ് വൺ, ഭരണഘടനയുടെ 91ാം
ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവ? ഭരണഘടനയുടെ 91-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതല്ല? ഓപ്ഷൻസിൽ 2004 ഭേദഗതി നിലവിൽ വന്നു. കേന്ദ്രമന്ത്രിസഭയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോകസഭാംഗങ്ങളുടെ 15% കൂടുതൽ മന്ത്രിമാർ പാടില്ല. ഈ ഭേദഗതി മുന്നോട്ട് വെച്ച കമ്മിറ്റിയുടെ ചെയർമാൻ പ്രണബ് മുഖർജിയാണ്. ഈ ഭേദഗതി സംസ്ഥാന മന്ത്രിസഭയ്ക്കും ബാധകമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4. 1, 2, 3, 4 ശരിയായ പ്രസ്താവനകൾ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 384-ാം വകുപ്പ് പ്രകാരം പാർലമെൻറ്റിൽ ഉപയോഗിക്കേണ്ട ഭാഷ ഇംഗ്ലീഷും ഹിന്ദിയുമാണ്. ലോക്സഭാ അധ്യക്ഷൻ്റെ അനുമതിയുണ്ടെങ്കിൽ മാതൃഭാഷയിൽ ലോകസഭാംഗത്തിന് ആശയവിനിമയം നടത്താം. ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളിൽ ഇംഗ്ലീഷ് ഉൾപ്പെട്ടിട്ടുണ്ട്. ശരിയായത് ഏതാണ്? ആൻസർ ഇത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കൺകറൻറ്റ് വിഷയത്തിൽപ്പെട്ടവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തേത് മാത്രം. ട്രേഡ് യൂണിയനാണ് കൺകറൻറ്റിൽപ്പെട്ടത്. ട്രേഡ് യൂണിയനാണ് കൺകറൻറ്റിൽ വരുന്നത്. നെക്സ്റ്റ്, കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? ഇതിന് കറക്റ്റ് ആൻസർ ഇല്ല. സോ ഈ ക്വസ്റ്റ്യൻസും ഡിലീറ്റഡ് ആണ്. നെക്സ്റ്റ്, വൃദ്ധസദനത്തിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി 2014-2015 നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതി എന്താണ്? വൃദ്ധസദനത്തിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി 14-15 കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. വയോ അമൃതം പദ്ധതി. വയോ അമൃതം പദ്ധതിയാണ് വൃദ്ധസദനത്തിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി 2014-15 നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി. വയോ അമൃതം പദ്ധതി. അടുത്തത്, കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവനകൾ നിലവിൽ വന്നത് 1993 ഡിസംബർ 3 സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്കുള്ള ഇലക്ഷൻ നടത്തുവാനുള്ള അധികാരമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. എ ഷാജഹാൻ IAS ആണ് കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇതിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ബി 2 ആണ് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ്, മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സ്നേഹപൂർവ്വം പദ്ധതി. നെക്സ്റ്റ് വൺ, ചേരുംപടി ചേർക്കുക. കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളും. ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളേവ? ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്താണ് തെറ്റായ പ്രസ്താവനകൾ. നെക്സ്റ്റ് വൺ, മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യിക്കുവാൻ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേര് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സ്നേഹപൂർവ്വം പദ്ധതി. കുട്ടികളുടെയാണ് സ്നേഹപൂർവ്വം പദ്ധതി. നെക്സ്റ്റ്, ചേരുംപടി ചേർക്കുക. കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളും. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്.
റോഷി അഗസ്റ്റിൻ ജലവിഭവം. കെ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്നത് വൈദ്യുതി. അബ്ദുറഹ്മാൻ സ്പോർട്സ്. ഡോക്ടർ ആർ ബിന്ദു വിദ്യാഭ്യാസം. മാർക്കില്ല. ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം. നെക്സ്റ്റ്, ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഓപ്ഷൻസ്: ജമ്മു കാശ്മീരിനെ വിഭജിച്ച് ലഡാക്ക്, ജമ്മു കാശ്മീർ എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. വകുപ്പ് 370-35A എന്നിവ റദ്ദാക്കി. ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ വ്യവസ്ഥകളും ജമ്മു കാശ്മീരിന് ബാധകമാക്കി. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 2019 ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ 1, 2, 3, 4 ശരിയായ പ്രസ്താവനയാണ്. നെക്സ്റ്റ് വൺ, മനുഷ്യരിലെ വൃഷണങ്ങൾ ഉദരാശയത്തിന് പുറത്ത് കാണുന്ന വൃഷ്ണസഞ്ചിയിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് കാരണം? ഓപ്ഷൻസ്: വൃഷ്ണങ്ങളിൽ ശരീര താപനിലയേക്കാൾ താഴ്ന്ന താപനില നിലനിർത്താൻ, വൃഷ്ണങ്ങളെ ഉൾക്കൊള്ളാൻ ഉദരാശയത്തിൽ സ്ഥലമില്ലാത്തതിനാൽ. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 ശരി. താപനിലയാണ് അവിടെ ശരിയായ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ലോഹം കൊബാൾട്ടാണ്. B12 കൊബാൾട്ട്. നെക്സ്റ്റ് വൺ, ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ധമനികളുടെ ഉള്ള് കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ധമനികളുടെ ഉള്ള് കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ആർത്രോസ്ക്ലെറോസിസ്. അരിത്രോസില്ല, ആർത്രോസ്ക്ലെറോസിസ്. നെക്സ്റ്റ്, മനുഷ്യൻ്റെ അന്നനാളത്തിൽ നിന്നും ആഹാരപദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്ന തടയുന്ന അടപ്പ് ഏതാണ്? മനുഷ്യൻ്റെ അന്നനാളത്തിൽ നിന്നും ആഹാരവസ്തുക്കൾ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന അടപ്പ് ഏതാണ്? ആൻസർ ക്ലോമപിധാനം. ഇംഗ്ലീഷ് പേരെന്താണ്? എപ്പിഗ്ലോട്ടിസ് എന്ന് പറയും. നെക്സ്റ്റ്, ഒമിക്രോൺ വൈറസിൻ്റെ ഏറ്റവും പുതിയൊരു വകഭേദമാണ് ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. XBB.1.16 ആണ് ഒമിക്രോൺ വൈറസിൻ്റെ പുതിയ വകഭേദം. XBB.1.16 ആണ്. അടുത്തത്, ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണമായേക്കാൻ സാധ്യതയുള്ള ഏകകോശ ജീവി ഏതാണ്? ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണമായേക്കാൻ സാധ്യതയുള്ള ഏകകോശ ജീവി ഏതാണ്? ആൻസർ പ്ലാസ്മോഡിയം ഫാൽസിപ്പറം. വായുവിൽ നിന്നും വെള്ളത്തിലേക്ക് ഒരു ശബ്ദതരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ മാറ്റമില്ലാതെ തുടരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ആവൃത്തി. ഓപ്ഷൻ ഡി ആവൃത്തിയാണ്. നെക്സ്റ്റ്, ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കൽ ദൂരം f ആണെങ്കിൽ ഒരു വസ്തുവും അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം ഡാഷ് ആയിരിക്കും. കുറഞ്ഞ ദൂരം എത്രയായിരിക്കും? 0 ആയിരിക്കും. പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ പ്രവേഗം 3 × 10⁸ ആണ്. താഴ്ത്തുനിരിക്കുന്നവയിൽ ഏത് മാറ്റിയാൽ പ്രകാശത്തിൻ്റെ ഈ പ്രവേഗത്തിന് മാറ്റം സംഭവിക്കുന്നു? പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ പ്രവേഗം 3 × 10⁸ ആണ്. താഴ്ത്തുനിരിക്കുന്നവയിൽ ഏത് മാറ്റിയാലാണ് പ്രകാശത്തിൻ്റെ ഈ പ്രവേഗത്തിന് മാറ്റം വരുത്തുവാൻ കഴിയുന്നത്? ഓപ്ഷൻസ്: ഉന്നതി, തരംഗദൈർഘ്യം, ആവൃത്തി. ഇവയിലൊന്നും അല്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നും അല്ല എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഇനി 2023 കണക്കനുസരിച്ച് സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത് വ്യാഴത്തിനാണ്. ജൂപ്പിറ്ററിൻ്റെ നിലവിലുള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? വ്യാഴം അല്ലെങ്കിൽ ജൂപ്പിറ്ററിൻ്റെ
നിലവിലുള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? ആൻസർ 92. ഓപ്ഷൻ എ ആണ് ആൻസർ 92. ജൂപ്പിറ്റർ 92 ഉപഗ്രഹങ്ങളുണ്ട്. നെക്സ്റ്റ് വൺ, ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, തുല്യ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും. തുല്യ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും. ആംഫോട്ടറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് ഏതാണ്? ആംഫോട്ടറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് ഏതാണ്? HCl. അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലുള്ള മൂലകങ്ങളാണ്? ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലുള്ള മൂലകങ്ങളാണ്? F ബ്ലോക്ക്. അന്തഃസംക്രമണ മൂലകങ്ങൾ F ബ്ലോക്ക് മൂലകങ്ങളാണ്. ബബിൾഗമിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏതാണ്? ബബിൾഗമിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏതാണ്? പോളിവിനൈൽ അസറ്റേറ്റ്. പോളിവിനൈൽ അസറ്റേറ്റ്. ബബിൾഗം പോളിവിനൈൽ അസറ്റേറ്റ്. പോളിവിനൈൽ അസറ്റേറ്റ് ആണ് ബബിൾഗം. നെക്സ്റ്റ് വൺ, ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ പ്രഥമ പ്രതിശ്രുതി എന്ന ബംഗാളി നോവൽ എഴുതിയത് ആരാണ്? പ്രഥമ പ്രതിശ്രുതി എന്ന ബംഗാളി നോവൽ എഴുതിയത് ആരാണ്? ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ പ്രഥമ പ്രതിശ്രുതി എന്ന ബംഗാളി നോവൽ എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആശാ പൂർണ്ണദേവി. ആശാ പൂർണ്ണദേവിയാണ് പ്രഥമ പ്രതിശ്രുതി എന്ന ബംഗാളി നോവൽ. ആശാ പൂർണ്ണദേവി, പ്രഥമ പ്രതിശ്രുതി, പൂർണ്ണദേവി പ്രതിശ്രുതി. നെക്സ്റ്റ്, ചവറ പാർക്കുട്ടി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട കലാകാരിയായിരുന്നു? ചവറ പാർക്കുട്ടി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട കലാകാരിയായിരുന്നു? ചവറ പാർക്കുട്ടി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കഥകളി. നെക്സ്റ്റ് വൺ, ദേശീയ ഗുസ്തിതാരവും ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ സാക്ഷി മാലിക്കിൻ്റെ ജന്മദേശം ഏതാണ്? സാക്ഷി മാലിക്കിൻ്റെ ജന്മദേശം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഹരിയാന. ഒരു ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 11. അടുത്തത്, സൈലന്റ് വാലിയിലെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ഓപ്ഷൻ എ, ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. അടുത്തത്, ഒരു ചതുരത്തിന് നീളവും വീതിയും ഉയരവും യഥാക്രമം 1:2:3 എന്ന അക്ഷരത്തിലാണ്. അതിൻ്റെ വ്യാപ്തം 1296 സെൻറ്റിമീറ്റർ ക്യൂബ് ആയാൽ ഉയരം എത്രയായിരിക്കും? ആൻസർ വരുന്നത് ആ ക്വസ്റ്റ്യൻസ് ഡിലീറ്റഡ് ആണ്. നെക്സ്റ്റ് വൺ, 1/2 × 2/3 × 3/4 × 1 4 + 1/4 = എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വൺ, ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ HIR എന്നത് 8191 എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 6920 തുല്യമായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, FIT. ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി. ആദ്യത്തെ 100 എണ്ണസംഖ്യകളുടെ തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 50-50. ഓപ്ഷൻ ഡി ആണ്, 50-50. ഒരാൾ 5000 രൂപ 10% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ 2000 രൂപ പലിശ ലഭിക്കുവാൻ എത്ര വർഷം വേണ്ടി വരും? ഓപ്ഷൻ ഡി. താഴ്ത്തിരിക്കുന്ന ശ്രേണിയിൽ വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. 216, 243 -729. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 512. അടുത്തത്, ഒരാൾ ആദ്യം ഒരാൾ ആദ്യം 20 മീറ്റർ തെക്കോട്ട് നടന്നു. അതിനുശേഷം 25 മീറ്റർ വലത്തോട്ട് നടന്നു. പിന്നീട് 25 മീറ്റർ ഇടത്തോട്ടും വീണ്ടും ഇടത്തോട്ട് 25 മീറ്റർ നടന്നു എങ്കിൽ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലവും അവസാനത്തെ സ്ഥലവും തമ്മിലുള്ള അകലം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 45 മീറ്റർ. ഓക്കെ. 59 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്,
നെക്സ്റ്റ്, ഒരു ക്ലോക്കിലെ സമയം 3:30 PM എങ്കിൽ അതിൻ്റെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള അതിൻ്റെ ഇടയ്ക്കുള്ള കോൺ അളവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ്, the secretary has taken dash unanimous decision during dash crisis. Answer option C, A, the secretary has taken a unanimous decision during the crisis. Next, turn into passive voice. The nursing assistant has isolated the COVID victims to the evacuation room. അതിനെ പാസീവ് വോയിസിലേക്ക് ആക്കാൻ ആൻസർ ഓപ്ഷൻ സി ആണ്. ദ കോവിഡ് വിക്ടിംസ് ഹാവ് ബീൻ ഐസൊലേറ്റഡ് ടു ദി ഇവാക്വേഷൻ റൂം. ഹാവ് ബീൻ ഐസൊലേറ്റഡ് ടു ദി ഇവാക്വേഷൻ റൂം. അടുത്തത്, കംപ്ലീറ്റ് സെൻറ്റൻസസ് ബൈ ചൂസിങ് ദ സ്യൂട്ടബിൾ ഓപ്ഷൻസ് ഗിവൺ ബിലോ. താജ്മഹൽ ഈസ് വൺ ഓഫ് ദി ഡാഷ് ആർക്കിടെക്ചറൽ മാസ്റ്റർ പീസസ് ഓഫ് ദി വേൾഡ്സ് ഹെറിറ്റേജ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഗ്രാൻഡസ്റ്റ് ആർക്കിടെക്ചർ മാസ്റ്റർ പീസാണ്. നെക്സ്റ്റ് വൺ, fill in the blanks using correct tense. When the minister and party reached the disaster relief camp, the volunteers dash distribute the relief goods. ഡിസ്ട്രിബ്യൂട്ടിൻ്റെ കറക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഹാസ് ഡിസ്ട്രിബ്യൂട്ടഡ്. ദ വോളണ്ടിയേഴ്സ് ഹാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ദ റിലീഫ് ഗുഡ്സ്. കംപ്ലീറ്റ് കണ്ടീഷണൽ സെൻറ്റൻസ് യൂസിങ് കറക്റ്റ് വെർബ്. ഇഫ് യു ഡാഷ് ഹാവ് ബ്രാക്കറ്റിൽ ദ മെഡിസിൻ യു കുഡ് ഹാവ് വാക്സിനേറ്റഡ് ദ പേഷ്യൻസ്. ഹാവിൻ്റെ ഏത് ഫോമാണ് ഇവിടെ വരിക എന്നുള്ളതാണ്. ആൻസർ ഹാഡ്. ഇഫ് യു ഹാഡ് ദ മെഡിസിൻ യു കുഡ് ഹാവ് വാക്സിനേറ്റഡ് ദി പേഷ്യൻസ്. നെക്സ്റ്റ് വൺ, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദി ഓപ്ഷൻസ് ദാറ്റ് മീൻസ് എ ബ്രീഫ് സ്റ്റേറ്റ്മെൻറ്റ് that expresses a general truth or a common saying or observation. A brief statement that expresses a general truth or a common saying or observation. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അഡേജ്. പിക്ക് ഔട്ട് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ആൻസർ ഓപ്ഷൻ സി ആണ്. Choose a suitable idiom from the options to replace the underlined word. Answer option C, once in a blue moon. Answer ഇതാണ്. To one very rarely. അതായത് റിയ ഡസ് നോട്ട് ലൈക്ക് ടു ഗോ ഫോർ പാർട്ടീസ്. ഷീ ഗോസ് ടു വൺ വെരി റെയർലി. അണ്ടർലൈൻഡ് വേർഡിൻ്റെ സ്യൂട്ടബിൾ ഇല്ലേ ഇഡിയമാണ് ചോദിച്ചേക്കുന്നത്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വെരി റെയർലി. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വെരി റെയർലി ഇഡിയമാണ്. പിക്ക് ഔട്ട് എ സിനോണിം ഫോർ ദി വേർഡ് അണ്ടർലൈൻഡ്. മിറ്റിഗേറ്റ്സിൻ്റെ സിനോണിം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എ മെഡിസിൻ ദാറ്റ് മിറ്റിഗേറ്റ്സ് ദ കോംപ്ലിക്കേഷൻസ് ഷുഡ് ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ഡോക്ടർ. മിറ്റിഗേറ്റ്സിൻ്റെ സിനോണിം സെയിം വേർഡ്. ആൻസർ ഓപ്ഷൻ ബി, അലീവിയേറ്റ്സ്. മിറ്റിഗേറ്റ്സ്, അലീവിയേറ്റ്സ് സിനോണിം വാക്കാണ്. നെക്സ്റ്റ്, മദർ തെരേസ വാസ് ഒബ്വിയസ്ലി എ ജനറസ് ആൻഡ് ലാർജ് ഹാർട്ടഡ് പേഴ്സണാലിറ്റി who always stood as a symbol of love, compassion, empathy and charity. നമുക്ക് എന്ത് ചെയ്യണമെന്നൊന്നുമില്ല. സോ ഡിലീറ്റ് ക്വസ്റ്റ്യൻസ് ആണിത്. ഫൈനൽ ആൻസർ പ്രകാരം ഡിലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ്, വിവാഹം ചെയ്ത് ഭാര്യയുടെ കൂടെ പാർക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒറ്റ പദം ഏതാണ്? വിവാഹം ചെയ്ത് ഭാര്യയോട് കൂടെ പാർക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒറ്റ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി,
ഓപ്ഷൻസ് ഉണ്ട്, ഇല്ല. ഗൃഹസ്ഥൻ, ഗൃഹസ്ഥൻ രണ്ടും ഒരേപോലെ എഴുതി. ഗൃഹസ്ഥൻ, ഗൃഹനായകൻ, ഗൃഹിണി. അതിൽ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 2 മാത്രം ശരി. ഗൃഹസ്ഥൻ ആണ് ശരി. വിവാഹം ചെയ്ത് ഭാര്യയുടെ കൂടെ പാർക്കുന്നതിനർത്ഥം വരുന്നത് ഗൃഹസ്ഥനാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് വരുന്നത്. 3 മാത്രം ശരി. സലിംഗ ബഹുവചനം, പൂജക ബഹുവചനം, അലിംഗ ബഹുവചനം, ഇതൊന്നുമല്ല. ഇതിൽ ഏതാണ്? മലയാളികൾ എന്ന പദം പറയുമ്പോൾ 3 മാത്രം അലിംഗ ബഹുവചനമാണ് ശരി. അലിംഗ ബഹുവചനമാണ് ഇത് മലയാളികൾ. മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? ഓപ്ഷൻസ് വരുന്നത് സലിംഗ ബഹുവചനം, പൂജക ബഹുവചനം, അലിംഗ ബഹുവചനം, ഇതൊന്നുമല്ല. ആൻസർ സി 3 മാത്രമാണ് ശരി. അത് അലിംഗ ബഹുവചനമാണ് ഇത് മലയാളികൾ. നെക്സ്റ്റ് വൺ, ഉത്ഗതി എന്ന പദത്തിൻ്റെ വിപരീത അർത്ഥം എന്താണ്? ഉത്ഗതി എന്ന പദത്തിൻ്റെ വിപരീത അർത്ഥം എന്താണ്? വിപരീത പദം: പുരോഗതി, അധോഗതി, സദ്ഗതി, സദാഗതി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അതായത് 2 മാത്രം ശരി. പുരോഗതി, അധോഗതി, സദ്ഗതി, സദാഗതി ഉണ്ട്. അതിനകത്ത് 2 മാത്രമാണ് ശരി. മീൻസ് അതായത് അധോഗതി മാത്രമാണ് ശരി. ഉത്ഗതി എന്നതിൻ്റെ വിപരീത പദം എന്താണ്? അധോഗതി. നെക്സ്റ്റ് വൺ, മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതിയാൽ. ഓപ്ഷൻസ്: മലരെ പ്ലസ് അമ്പൻ, മലർ പ്ലസ് അമ്പൻ, മല പ്ലസ് രമ്പൻ, മല പ്ലസ് അമ്പൻ. ഇതിലേതാണ് ശരി? ഓപ്ഷൻ എ ആണ് പറഞ്ഞത്. 1 മാത്രം ശരി. മലരമ്പൻ, മലരെ പ്ലസ് അമ്പൻ. നെക്സ്റ്റ്, രാത്രി എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ്: നിശ, ത്രിയാമ, ക്ഷണത, ക്ഷണപ്രഭ. ആൻസർ ഓപ്ഷൻ സി 4 മാത്രം ശരി. ക്ഷണപ്രഭ, പര്യായമല്ലാത്തത് ക്ഷണപ്രഭ. ഓപ്ഷൻ സി ആണ് ആൻസർ. അല്ല, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. ഓപ്ഷൻസ്: ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. ഇത് മലയാളത്തിനും അല്ലേ? മലയാളത്തിലും ഇംഗ്ലീഷിന് എന്ന പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. ഇംഗ്ലീഷിലും മലയാളത്തിലെ തെറ്റുകൾ പോലെ വരാം. ശരിയായ വാക്യം ഏതാണ്? ആൻസർ ബി ആണ്. 2 മാത്രം ശരി. വെണ്ണീർ എന്ന പദം പിരിച്ചെഴുതിയാൽ. വെണ്ണീർ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ ഇരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്. 3 മാത്രം ശരി. അതായത് വെൺ പ്ലസ് നീറാണ് ശരി. വെണ്ണീർ, വെൺ പ്ലസ് നീറാണ് ശരി. ശരിയായ പദം കണ്ടെത്തുക. ശരിയായ പദം കണ്ടെത്തുക എന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1 മാത്രം ശരി. അതിഥി മാത്രം. താഴ്ത്തിരിക്കുന്നവയിൽ ഒരവസ്ഥയ്ക്കോ വസ്തുതയ്ക്കോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകൾ ഏവ? ഒരവസ്ഥയ്ക്കോ വസ്തുതയ്ക്കോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകൾ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം മാത്രം ശരി. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ തർജ്ജമ ഏതാണ്? ബ്ലൂ ബ്ലഡ്, ഉന്നതകുലജാതൻ, ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, രേഖാമൂലം, പ്രോസ് ആൻഡ് കോൺസ്, അനുകൂല പ്രതികൂല വാദങ്ങൾ, എ റെഡ് ലെറ്റർ ഡേ, അവസാന ദിവസം. ഇതിൽ തെറ്റായ തർജ്ജമ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. 4 മാത്രമാണ് ശരി. എ റെഡ് ലെറ്റർ ഡേ, അവസാന ദിവസം. നെക്സ്റ്റ് വൺ, ഇസഡ് കടന്നു പോകാൻ അവകാശമുള്ളൊരു പാതയെ തടസ്സപ്പെടുത്തുന്നു എന്നാൽ പാത തടയാൻ തനിക്ക് അവകാശമുണ്ടെന്ന് എ നല്ല രീതിയിൽ വിശ്വസിക്കുന്നില്ല. ഇസഡ് ഇതുവഴി കടന്നു പോകുന്ന തടയപ്പെടുന്നു. IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം ഒരു തെറ്റായ എ ഇസഡിനെ എന്ത് ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്. നിയന്ത്രണപ്പെടുത്തുന്നു. എ മനഃപൂർവ്വം തെരുവിൽ ഇസഡിനെ തള്ളുന്നു. ഇവിടെ എ തൻ്റെ സ്വന്തം ശാരീരിക ശക്തിയാൽ സ്വന്തം ശക്തിയെ ഇസഡുമായി സമ്പർക്കം നിർത്തുന്നതിനായി നീക്കി. അതിനാൽ അവൻ മനഃപൂർവ്വം ഇസഡിലേക്ക് ബലം പ്രയോഗിച്ചു.
ഇസഡിൻ്റെ സമ്മതമില്ലാതെ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി അയാൾ ഇസഡിനെ മുറിവേൽപ്പിക്കുകയോ ഭയപ്പെടുത്തുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യാം എന്ന ഉദ്ദേശത്തോടെയോ അറിഞ്ഞോ ആണെങ്കിൽ IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം അവൻ ഡാഷ് ഇസഡിന് നേരെ പ്രയോഗിച്ചു. ആൻസർ എ, ഓപ്ഷൻ എ ആണ്. ക്രിമിനൽ ശക്തി പ്രയോഗിച്ചു. ബി കൊല്ലപ്പെടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ബിയെ എ ബലമായി കൊണ്ടുപോകുന്നു. എ IPC പ്രകാരമുള്ള ഏത് കുറ്റമാണ് ചെയ്തിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ കൊലപാതകത്തിനായി തട്ടിക്കൊണ്ടുപോകൽ. അടുത്തത്, ഏതെങ്കിലും പുരുഷൻ ഒരു സ്ത്രീയെ പിന്തുടരുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്യുകയും അത്തരം സ്ത്രീകളുടെ താല്പര്യമില്ലായ്മയുടെ വ്യക്തമായ സൂചന ഉണ്ടായിരുന്നിട്ടും ആവർത്തിച്ച് വ്യക്തിപരമായ ഇടപഴകൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് അത്തരം സ്ത്രീകളെ ബന്ധപ്പെടാൻ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇൻ്റർനെറ്റ്, ഇമെയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ആശയവിനിമയം ഉപയോഗിക്കാൻ നിരീക്ഷിക്കുന്നു. IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം ആ പുരുഷൻ ഡാഷ് കുറ്റകൃത്യം ചെയ്യുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ്. പിന്തുടരൽ. CRPC പ്രകാരം ഡാഷ് എന്നാൽ മരണം, ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതലുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവും ബന്ധപ്പെട്ട കേസ് എന്നാണ് അർത്ഥമാക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. വാറണ്ട് കേസ്. CRPCയുടെ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്ത വ്യക്തിയെ ഡാഷ് മണിക്കൂർ കൂടുതൽ തടങ്കലിൽ വയ്ക്കരുത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 24. ഒരു കുറ്റകൃത്യം ചെയ്യപ്പെടുമ്പോൾ ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ആർക്കെതിരെ ചെയ്തുവോ അയാൾ അല്ലെങ്കിൽ ഏത് വസ്തുവിനെ സംബന്ധിച്ചാണോ ചെയ്തിരിക്കുന്നത് അത് ഒരു യാത്രയിലാണെങ്കിൽ ഒരു കോടതിക്ക് ആ കുറ്റകൃത്യത്തെ ഏതിലൂടെയോ ആരിലൂടെ ഡാഷിലൂടെയോ യാത്രയിൽ വ്യക്തിയോ വസ്തുവോ കടന്നുപോയതിലൂടെ വിചാരണ ചെയ്യുകയോ അന്വേഷിക്കുകയോ ചെയ്യാം. ആരുടെ ഡാഷിലൂടെയോ യാത്രയിൽ? ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രാദേശിക അധികാര പദവി. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം മരിച്ചുപോയ കണ്ടെത്താനാകാത്ത ഒരു വ്യക്തിയുടെ പ്രസക്തമായ വസ്തുതയുടെ പ്രസ്താവന അംഗീകരിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏതാണ് പ്രസക്തമായത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3. നെക്സ്റ്റ് 189. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം വിദഗ്ധൻ്റെ അഭിപ്രായം കോടതിക്ക് ഡാഷുമായി ബന്ധപ്പെട്ട അഭിപ്രായം രൂപീകരിക്കേണ്ടി വരുമ്പോൾ പാലിക്കപ്പെടുന്നു. 89ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. വിദേശ നയം, സയൻസ്, ഫിംഗർ ഇംപ്രഷൻ. കോടതിയിൽ വിദേശ നയം, സയൻസ്, സയൻറ്റിഫിക് എവിഡൻസ്, ഫിംഗർ പ്രിൻ്റ് ഇംപ്രഷനും എവിഡൻസും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പോലീസിൻ്റെ സംരക്ഷണത്തിലോ കസ്റ്റഡിയിലോ ഉള്ള ആരോടും മോശമായി പെരുമാറുകയോ അസഭ്യം പറയുകയോ ചെയ്യരുതെന്ന് കേരള പോലീസ് നിയമത്തിൽ ഏത് വകുപ്പ് പറയുന്നു? പോലീസിൻ്റെ സംരക്ഷണത്തിലോ കസ്റ്റഡിയിലോ ഉള്ള ആരോടും മോശമായി പെരുമാറുകയോ അസഭ്യം പറയുകയോ ചെയ്യരുതെന്ന് കേരള പോലീസ് നിയമത്തിലെ ഏത് വകുപ്പ് നിഷ്കർഷിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വകുപ്പ് 29. രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസത്തിനും പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പൊതുവായതോ സ്വകാര്യമായതോ ആയ ഏതെങ്കിലും തെരുവോ വഴിയോ അടയ്ക്കാൻ പോലീസിനെ പ്രാപ്തമാക്കുന്ന കേരള പോലീസ് നിയമത്തിലെ ഏത് വ്യവസ്ഥയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വകുപ്പ് 69. നെക്സ്റ്റ്, കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 37 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2 തെറ്റാണ്. NDPS നിയമത്തിലെ സെക്ഷൻ 27 പ്രകാരം കൊക്കൈൻ കഴിച്ചാലുള്ള ശിക്ഷ എന്താണ്? 1 വർഷം വരെ കഠിന തടവ് അല്ലെങ്കിൽ 20,000 രൂപയുടെ പിഴ അല്ലെങ്കിൽ രണ്ടും. NDPS ആക്ട് 1985 സെക്ഷൻ 37 പ്രകാരം ചെയ്ത കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം. ആൻസർ ഓപ്ഷൻ എ ആണ്. ലൈംഗിക പീഡനത്തിൻ്റെ നിർവചനം. കുട്ടിയല്ലാത്തവർ ഒരു കുട്ടിക്കെതിരെ തെറ്റായ പരാതി നൽകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അത് തെറ്റാണെന്ന് അറിഞ്ഞ് അങ്ങനെ പോക്സോ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ അത്തരം കുട്ടിയെ ഇരയാക്കുകയാണെങ്കിൽ ഏതുവരെ നീണ്ടു നിൽക്കുന്ന തടവിന് ശിക്ഷിക്കപ്പെടും? ആൻസർ ഓപ്ഷൻ ബി,
1 വർഷം അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. IT ആക്ടിലെ സെക്ഷൻ 66C എന്തിനെക്കുറിച്ച് പറയുന്നു? ഓപ്ഷൻ സി ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ. ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷയാണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏതാണ് IT ആക്ടിൻ്റെ സെക്ഷൻ 72 കീഴിൽ ഉൾപ്പെടാത്തത്? ആൻസർ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത്, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 2F പ്രകാരം വിവരങ്ങൾ എന്നതിൻ്റെ നിർവചനത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഫിസിക്കൽ, ഇലക്ട്രോണിക് റെക്കോർഡുകൾ, ഡോക്യുമെൻറ്റുകൾ എന്നിവയും അതിൽ ഏറെയും. നെക്സ്റ്റ് വൺ, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11 ഉദ്ദേശം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മൂന്നാം കക്ഷി വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനുള്ള നടപടി പ്രകാരം ഇത് കൈകാര്യം ചെയ്യുന്നു. 11. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് ഒരു പകുതി പാർട്ട് 10 മാർക്സ് 20 മാർക്സിനോളം എന്താണ് കേരള പോലീസിൻ്റെ നിയമങ്ങളെ പറ്റിയും ഒക്കെയാണ് പറയുന്നത്. CRPC ഒക്കെയാണ് പറയുന്നത്. ബാക്കി ഭാഗങ്ങൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. LP UPക്കും LDCക്കും ഒക്കെ കോമൺ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.